വിചിത്ര ഭാവനകളുടെ പായ്മരം കെട്ടിയ വഞ്ചിയാണ് ആൻഷൈൻ തോമസിന്റെ ഏഴാം ഭ്രാന്തൻ. തുഴഞ്ഞു തുഴഞ്ഞു നാം എത്തുന്നത് അടിമുടി പരിക്കേറ്റവരുടെ ഒരു തുരുത്തിലാണ്. ചിന്തകളുടെ നൂലിലാണ് ഏഴാം ഭ്രാന്തൻ കഥകൾ നെയ്യുന്നത്. ചിന്തകളാണ് കണ്ടെത്തലിന്റെയും പ്രണയത്തിന്റെയും യുദ്ധത്തിന്റെയും ഈ പുസ്തകത്തിന്റെയും ആരംഭം. വാരിയെറിഞ്ഞ കുന്നിക്കുരുക്കളെ പോലെ ചിലപ്പോൾ അവ നിങ്ങളെയും വഹിച്ചുകൊണ്ട് ചിതറിത്തെറിക്കും. ആ ചിതറിയ ചിന്തകളിൽ ജീർണതകൾ ആധിപത്യം സ്ഥാപിക്കുന്ന നമ്മുടെ സമൂഹത്തിന്റെ ദുരവസ്ഥ നിങ്ങൾക്ക് കാണാം. അകന്നു നിന്നുകൊണ്ടും അകറ്റി നിർത്തിക്കൊണ്ടുമല്ലല്ലോ നമ്മൾ നന്മയാകേണ്ടത്, ചേർന്ന് നിന്നുകൊണ്ടും ചേർത്ത് നിർത്തിക്കൊണ്ടുമാണ് നന്മയാകേണ്ടത്. പഠിക്കാത്ത കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുകയാണോ മുന്നിലേക്ക് പിടിച്ചിരുത്തുകയാണോ വേണ്ടത് എന്ന എഴുത്തുകാരന്റെ ചോദ്യം ഞാനടക്കമുള്ള അധ്യാപക സമൂഹത്തോടാണ്. പാകമാകാത്ത ജോഡി തെറ്റിയ 100 ചെരുപ്പുകൾ നൽകുന്ന അധ്യയന വർഷം പാഴാണ്. കാലുകൾക്ക് പാകമായ ഒരു ജോഡി ചെരുപ്പ് നൽകി അയക്കുമ്പോഴാണ് ആ ശിഷ്യർ ലോകത്തിനും ലോകം ശിഷ്യർക്കും ഉപകരിക്കപ്പെടുന്നത്. നേടിക്കൊടുക്കലാണ് ജീവിതം. ആ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ സ്വപ്നങ്ങളിലെ നിറങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ വാക്കുകളുടെ നിറങ്ങൾ മങ്ങരുത്. നിങ്ങളുടെ സൗഹൃദങ്ങളിലെ നിറങ്ങൾ മായരുത്. നിങ്ങൾ നിറമുള്ളവരാകണം, നിറം പകരുന്നവരാകണം. നിങ്ങൾക്ക് പോകാം, ഇനി ഈ പടികൾ ഇറങ്ങാം. വഴിതെറ്റിക്കാത്ത വാൽനക്ഷത്രങ്ങൾക്കും കൂടാരങ്ങളിൽ പാർക്കാത്ത ചെന്നായ്ക്കൾക്കും സമർപ്പിച്ച ഈ പുസ്തകം ഭ്രാന്തില്ലെന്നുറപ്പുള്ളവർ വേഗത കുറച്ച് വായിക്കുക. കാരണം മരം ചാടുന്ന ചിന്തകളെ പിന്തുടർന്നു പിടിക്കാനുള്ള വേഗതയാണ് ഈ എഴുത്തിന്.